സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ പൂർത്തിയായതോടെ തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള മത്സരം സ്ഥാനാർത്ഥികളുടെ പ്രചരണവുമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതിശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന വാർഡാണ് തിരുവനന്തപുരത്തെ പേട്ട. അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി SP ദീപക് CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. ദീപക് ഇവിടെ പേട്ട മാർക്കറ്റിലാണ് വോട്ട് ചോദിക്കുന്നത്. രാവിലെ തന്നെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. പേട്ട മാർക്കറ്റിൽ ഇവിടുത്തെ മത്സ്യവ്യാപാരികളോട് മത്സ്യ മാർക്കറ്റാണ് ഇവിടെ ഈ ഭാഗത്തുള്ളത്. അവിടെ വ്യാപാരികളോട് വോട്ട് ചോദിച്ചാണ് ദീപക് മുന്നോട്ട് പോകുന്നത്. വലിയ ശക്തമായ പോരാട്ടം ഇവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. BJPയുടെ അശോക് കുമാർ മുതിർന്ന നേതാവ് മുൻ കൌൺസിലറാണ് ഇവിടെ മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ അനിൽകുമാറും കൂടി മത്സരരംഗത്തെത്തുന്നതോടെ അതിശക്തമായ പോരാട്ടം പേട്ട വാർഡിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ ദീപകിന്റെ പ്രതികരണങ്ങളിലേക്കും പോകാം. രാവിലെ തുടങ്ങിയല്ലേ? രാവിലെ മുതൽ തുടങ്ങി ശക്തമായിട്ടുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ വാർഡിനകത്ത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സുജാദേവി കൌൺസിലർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും നമ്മുടെ കോർപ്പറേഷൻ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും എല്ലാം കൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ക്ഷേമ പെൻഷനുകളും കൊടുത്ത പാവങ്ങളെ മുഴുവൻ ഈ ഗവൺമെന്റ് അഡ്രസ് ചെയ്യുന്നതുകൊണ്ടാണ് അവർ നെഞ്ചിൽ തട്ടി ഉള്ളിൽ തട്ടി നമ്മളോട് ഈ സ്നേഹം കാണിക്കുന്നതെന്നുള്ളത്. അത് കേരളം മുഴുവൻ അത് അനുകൂലമായിട്ട് മാറുമെന്നുള്ളതാണ് ആദ്യകാലത്തിൽ ഈ തെരഞ്ഞെടുപ്പിനകത്ത് നമുക്ക് തോന്നുന്നത്. ക്ഷേമത്തിൽ തന്നെയാണ് പ്രതീക്ഷ. ക്ഷേമത്തിൽ മാത്രമല്ല, നടത്തിയിട്ടുള്ള ഇപ്പൊ നിങ്ങൾ അപ്പുറത്തും ഇവരെല്ലാം കാണുന്നവരാണല്ലോ, കണ്ണുകൊണ്ട് കാണുന്നവരാണ്. അപ്പുറം ഇപ്പുറം ഇറങ്ങി നോക്കുമ്പോഴത്തേക്ക് നാടിൽ മുഴുവൻ നടന്നിട്ടുള്ള റോഡ്, അവരുടെ വികസന പ്രവർത്തനങ്ങൾ, നല്ല വിദ്യാലയങ്ങൾ, നല്ല ആശുപത്രികൾ, ഇവിടെ തന്നെ എടുത്തു നോക്കൂ. പേട്ടയിലും അവിടെ ഇവിടെയൊക്കെയുള്ള എല്ലാ സ്കൂളുകളും വികസിച്ചു. ഈ പറയുന്ന കണക്ക് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് എന്നൊക്കെ പറയുന്നത് ഈ പറയുന്നത് പോലെ തന്നെ കിടത്തി ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പിന്നെന്താണ് പിന്നെ ഒരു വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കിട്ടുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. നല്ല ലബോറട്ടറി സൗകര്യങ്ങൾ കൊടുക്കുന്ന ഇതിലേക്ക് മാറിയിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഡയാലിസിസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സംവിധാനമായിട്ട് മാറുകയാണ്. CPM സിറ്റിംഗ് വാർഡാണ്. പക്ഷേ എതിർ സ്ഥാനാർത്ഥികൾ രണ്ടുപേരും വളരെ ശക്തരായത് മുൻ കൌൺസിലറാണ് ഇവിടുത്തെ അനിൽകുമാർ. അശോക് കുമാർ നേരത്തെ കൌൺസിലർ, ഇപ്പോഴത്തെ കൌൺസിലർ സുജാതയാണ്. നല്ല വികസന പ്രവർത്തനങ്ങളാണ് ആളുകൾ വിലയിരുത്തുന്നത്. തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ തന്നെ ഈ ജനങ്ങൾ മുഴുവൻ ഈ വികസനത്തിനോടൊപ്പമാണെന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല എന്നുള്ളതാണ് ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോ തുടങ്ങിയതേ ഉള്ളൂ. ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കരുതുന്നു. ശക്തരായ എതിർ സ്ഥാനാർത്ഥി വന്നത് ഒരു പ്രശ്നമല്ല. നമുക്ക് ഈ പ്രശ്നം അങ്ങനെയൊന്നും ഒരു പ്രശ്നമല്ല. അതുതന്നെയാണ് SP ദീപകിന്റെയും CPMന്റെയും പ്രതീക്ഷ. എതിർ സ്ഥാനാർത്ഥികൾ ആരായാലും ശക്തമായ CPM ശക്തമായ സ്വാധീനമുള്ള വാർഡാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ മികച്ച വിജയം ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് CPM സ്ഥാനാർത്ഥി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ പ്രചരണം പുരോഗമിക്കുന്നത്.